തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ നേരത്തെ പലരും സൂചിപ്പിച്ച പോലെ തന്നെ പുതിയ കാലത്തെ രാഷ്ട്രീയത്തോട് RJD എങ്ങനെ ആണ് സംവദിക്കുന്നുള്ള ചോദ്യം കൂടി RJD ചോദിക്കേണ്ട സമയമാണ്. നോക്കൂ, 39 അധികം സീറ്റാണ് കുറവ് വന്നിട്ടുള്ളത് RJD. അത് വലിയ ഒരു ബ്ലോ ആണ് RJD സംബന്ധിച്ച്. ലല്ലു പ്രസാദ് യാദവ് മുന്നോട്ട് വെച്ച ഒരു മണ്ഡൽ രാഷ്ട്രീയത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഈ ഒരു പ്രസ്ഥാനം ഇന്നിപ്പോ പുതിയ കാലത്ത് ഏത് തരത്തിലാണ് ഒരു ആന്റി കാസ്റ്റ് പൊസിഷൻ അല്ലെങ്കിൽ ഒരു ആന്റി റൈറ്റ് വിങ് പൊസിഷൻ എടുക്കാൻ കഴിയുന്നുള്ള ഒരു ചോദ്യം കൂടി ചോദിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ വെറും ഒരു യാദവ് വോട്ട് ബാങ്കിൽ മാത്രം നിലനിന്നുകൊണ്ട് RJDക്ക് ഇനി വളരാൻ സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം കൂടിയാണ് ഈ ഇലക്ഷൻ എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ സോഷ്യൽ എഞ്ചിനീയറിംഗിലൊന്നും കാര്യമായൊരു ഗൃഹപാഠം അവർ നടത്തിയില്ല. തയ്യാറെടുപ്പിനകത്തെ വലിയ വീഴ്ചയുണ്ടായി. രാഹുൽ ഗാന്ധി വോട്ടറധികാര യാത്ര നടത്തി. ആ വോട്ടറധികാര യാത്ര വലിയ ചലനമുണ്ടാക്കും. അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നഗര കേന്ദ്രീകൃത മേഖലകളിൽ അത് കാര്യമായ ഇളക്കമുണ്ടാക്കി. ആ വോട്ടറധികാര യാത്രയിൽ ആളുണ്ടായിരുന്നു, രാഹുൽ ഗാന്ധിക്ക് പിറകിൽ ആളുണ്ടായിരുന്നു. അപ്പോൾ അത് വോട്ടാകുമെന്ന് ഒറ്റ നോട്ടത്തിൽ കരുതി എന്നതല്ലാതെ ഈ മുസ്ലിം യാദവ ബെൽറ്റുകളിൽ ശ്രദ്ധയൂന്നി മാത്രം ഒരു മെക്കാനിസം, ഒരു ക്യാമ്പയിൻ മെക്കാനിസം നടത്തി. അതിനപ്പുറത്തേക്ക് അടിത്തട്ടിൽ BJP നടത്തുന്ന, NDA നടത്തുന്ന ഒരു ഓപ്പറേഷൻ കൃത്യമായി മനസ്സിലാക്കാനോ അതിനെ കൗണ്ടർ ചെയ്യാനോ അതിനെ പൊളിക്കാനോ ഒരു കൗണ്ടർ മെക്കാനിസം നടത്താനുമുള്ള ബുദ്ധിയും ശേഷിയും തന്ത്രവും ഈ മഹാസഖ്യത്തിന് ഉണ്ടായില്ല എന്നതാണോ വിലയിരുത്തൽ? ഇതിന് രണ്ട് തലങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാല് കോൺഗ്രസ് ഇതര പാർട്ടികൾ ഫീൽഡിൽ എടുക്കുന്ന പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJP പോലെ എല്ലാ പാർട്ടിയും എടുക്കുന്ന എല്ലാ പണി അവർ എടുക്കുന്നുണ്ട്. പക്ഷേ ഇതിന്റെ റിസൾട്ട് വരുമ്പോൾ ഇത്ര ഡിഫറൻസ് വരുന്ന എന്താണെന്നുള്ള ചോദ്യമാണ് പലപ്പോഴും അവർ അലട്ടുന്നത്. പക്ഷെ ഈ ബീഹാറിലേക്ക് വരുമ്പോൾ കോൺഗ്രസ് തീരെ ഇല്ലാത്തൊരു സംസ്ഥാനമാണ്. RJD, JDU എന്ന് പറയുന്ന അല്ലെങ്കിൽ LJP എന്ന് പറയുന്ന ചില പാർട്ടികൾ കൺട്രോൾ ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് ബീഹാർ. അവിടെ RJDക്ക് പോലും ഇത്ര നഷ്ടം സംഭവിക്കുന്നുണ്ട് എങ്കിൽ അവിടെ തീർച്ചയായിട്ടും അടിപതറിയിട്ടുണ്ട്. പ്രധാനമായിട്ടും ആലോചിച്ച് നോക്കൂ, കഴിഞ്ഞ ഒരു 10-25 വർഷമായിട്ട് നിതീഷ് കുമാർ ഭരിക്കുന്ന സംസ്ഥാനത്ത് ഒരു ആന്റി ഇൻകംബൻസി പോലും അവർക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും വലിയ പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല ഈ SIRനെതിരെയുള്ള പ്രൊട്ടസ്റ്റുകൾ ഇല്ലെങ്കിൽ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളും ഇപ്പോൾ ഒരു ക്വസ്റ്റ്യന്റെ മുകളിലാണ്. എല്ലാം ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സുപ്രീം കോടതി ആണെങ്കിലും ഇലക്ഷൻ കമ്മീഷൻ ആണെങ്കിലും. ഇങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ ജങ്ചറിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് അതൊരു രാഷ്ട്രീയ മുദ്രാവാക്യമാക്കി ഉയർത്തുകയും അത് വലിയൊരു പ്രശ്നമായിട്ട് ജനങ്ങളെ എത്തിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ സാധിച്ചില്ല എന്ന് എനിക്ക് തോന്നുന്നു. വെറുതെ ഒരു യാദവ് വോട്ട് ബാങ്ക് ഇല്ലെങ്കിൽ ഒരു ആന്റി SIR അതുകൊണ്ട് മാത്രം വോട്ടുകൾ ട്രാൻസ്ലേറ്റ് ആകില്ല. കൂടാതെ തന്നെ ഒരു വളരെ ചെറിയ ഒരു 50 രൂപ 100 രൂപ കൂലിയിൽ ജോലി ചെയ്യുന്ന മനുഷ്യരുള്ള ഒരു സംസ്ഥാനത്ത് 10,000 രൂപ അക്കൗണ്ടിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ചിന്തിക്കില്ലേ എന്തുകൊണ്ട് JDUക്ക് വോട്ട് ചെയ്തുകൂടാണ്? യെസ്. അപ്പോൾ ഇനി നമുക്ക് JDUവിന്റെ അപ്രതീക്ഷിതമായ ഒരു കുതിപ്പ് എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ. കാരണം 2020 43 സീറ്റുകളിലേക്ക് വീണുപോയ JDU അപ്രതീക്ഷിതമായൊരു കുതിപ്പ് നടത്തി 79ലേക്ക് എത്തുന്നു. അപ്പോൾ നിതീഷ് കുമാറും JDUവും എങ്ങനെയാണ് ബീഹാറിന്റെ മനസ്സിൽ എപ്പോഴും ഒരു വലിയ സ്വീകാര്യത നേടി ഒരു പുതിയ കുതിപ്പിനൊക്കെ ശേഷിയും എന്ന് വെച്ചാൽ 4 തവണ തുടർച്ചയായി ഭരിച്ചിട്ടും ഈ രീതിയിലുള്ള തൊഴിലില്ലായ്മ അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തി പ്രതിപക്ഷം ഒരു ഭാഗത്ത് വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന ക്യാമ്പയിൻ വലിയ തോതിൽ നടത്തിയിട്ടും എന്തുകൊണ്ട് അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഈ രീതിയിലുള്ള ഒരു വിജയം അവർക്ക് തുടരാൻ കഴിയുന്നു എന്നത് വളരെ പ്രസക്തമായ ചോദ്യമാണ്.